ദൈവമേ നന്ദി ചൊല്ലുവാൻ തന്നതോ ഈ ജീവിതം. തിരുഹിതം ഞാൻ കാണുന്നു നിൻ നന്മകൾ. ദൈവമേ നന്ദി ചൊല്ലുവാൻ തന്നതോ ഈ ജീവിതം. തിരുഹിതം ഞാൻ കാണുന്നു നിൻ നന്മകൾ. But they who wait for the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint. Isaiah chapter 40, verse 31. We begin with the sign of the cross. In the name of the Father, the Son, and the Holy Spirit. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മയോട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടും ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. എന്ന് പറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളില് നീ വാഴ്ത്തപ്പെട്ടവളാകും. നിന്റെ വയലിലെ ഉദരഫലമായ കർത്താവായ യേശു തമ്പുരാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തമറിമേതമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാന്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. കരകളെ വണക്കി യേശു എന്ന ഏകനായ ദൈവം തമ്പുരാനെ പിതൃ പരിശുദ്ധാത്മാവേ, നിന്റെ നാമത്തില് പെന്തിക്കോസിയുടെ തലേ സന്ധിയില് വിശുദ്ധ മറിയം വീടിന്റെ കീഴില് നിന്റെ നാമത്തിൽ നടത്തപ്പെടുന്ന പ്രാർത്ഥനായോഗം ഞങ്ങൾ വീണ്ടും ഇരിക്കുന്നു. ഐക്യതയോടെ, സ്നേഹത്തോടെ, ഒരു മനസ്സോടെ ഞങ്ങൾക്കുള്ളതെല്ലാം നിന്റേതെന്ന് സമർപ്പിച്ചു തന്നുകൊണ്ട് തികന്തപുരാനെ നിന്റെ സുവിശേഷ മേഖലയെ നിന്റെ കരങ്ങളിലാണ് ഇന്നയോളം നീ നടത്തി. നിന്റെ നാമം മഹത്വീകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നാഥ, അതിനുവേണ്ടി കൈത്താങ്ങൾ തന്നിരിക്കുന്നതായ കരാരിയിരിക്കുന്ന മക്കളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. അനേകരെ പ്രാർത്ഥനാ വിഷയമായിട്ട് കർത്താവേ നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരെയെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പേരുകൾ നീ അറിയുന്നവനാണ്, അവരുടെ ആവശ്യങ്ങൾ നീ അറിയുന്നവനാണ്. രോഗികൾക്ക് സൗഖ്യവും, മനം തകർന്നവർക്ക് ആശ്വാസവും, അന്ധകാര പൈശാചിക ബന്ധനത്തിൽ ഇരിക്കുന്നവർക്ക് വിമുക്തിയും, പാപത്തിന്റെ കീഴിലിരിക്കുന്നവർക്ക് അതിൽ വിമോചനവും നീ കൊടുത്ത് നീ എന്ന ഏകനായ ദൈവം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് കണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളാലും നിന്റെ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരാല് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആർപ്പോടെ ഞങ്ങൾ കൊയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന യോഗം നിന്റെ കരങ്ങളിൽ നാസാം. യേശുനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥയാതനകളാൽ തന്നെ ആമീൻ. സങ്കീർത്തനം 121. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങിയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എന്റെ വലത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം എന്നെ പരിപാലിക്കും. അവ എന്റെ പ്രാണനെ പരിപാലിക്കും. ദൈവമേ സൗഖ്യമാവുന്നു. ബാറിക്കുമോ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിന്മഴ പിന്മഴ നൽകേണം. മാലിന്യം മാറേണം. നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. മുട്ടോളമല്ല
അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. ദൈവത്തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. Psalms 91. അത്യുന്നത മുറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചെറുനിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയും ആവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസ്തവമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിനക്ക് കൂടാരത്തിനടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് നിർവന്മാരോട് കൽപ്പിക്കും. നിന്റെ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിനെ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണയിന്മേൽ നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരണം. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്നേഹമാകുന്നു. ബാർക്കുമാർ. നല്ലവരും കാരണവാനുമായ വാഴ്ത്തപ്പെട്ട കർത്താവെ, ഒരു ശനിയാഴ്ച സന്ധ്യ കൂടി നിന്റെ നാമത്തിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവെ തന്ന സമയത്തിനായിട്ട് നന്ദി പറയുന്നു. യേശുവെ, മറിയം ഭവനത്തിന് വേണ്ടി ഒരേപോലെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ അടിയങ്ങളുടെ മേൽ നിന്റെ പരിശുദ്ധ റൂഹായെ അയച്ച് അടിയങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഈ നാളുകളിലൊക്കെയും മറിയം ഭവനത്തെയും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് മനോഹരമായി നടത്തുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. കർത്താവെ, അനേകം മക്കൾ നിന്റെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. ഒരേ ഒരു വിഷയം മാത്രമാണ് കർത്താവ് അടിയങ്ങൾക്ക് നിന്റെ മുമ്പിലേക്ക് വയ്ക്കുവാനുള്ളത്. നിന്റെ പരിശുദ്ധാത്മാവിനെ അത് ഏറ്റെടുത്ത് നടത്തണം. കർത്താവെ, മറിയം ഭവനത്തിലായിരിക്കുന്ന എല്ലാ അന്തേവാസികളെയും അവിടുന്ന് സമർപ്പിക്കുന്നു. കർത്താവെ, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്ന
എല്ലാ പ്രിയപ്പെട്ടവരെ നിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുകയാണ്. മടുത്തു പോകാതെ, തളർന്നു പോകാതെ, വീണു പോകാതെ ഓടുവാൻ കർത്താവ് നിന്റെ നാമത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ കർത്താവെ അനേകരെ അങ്ങയുടെ നാമത്തിൽ നേടുവാൻ തക്കവണ്ണം കർത്താവെ അടിയങ്ങൾ ഓരോരുത്തരെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നാളുകളൊക്കെയും അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ളവരൊക്കെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പൗലോസച്ചനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി കൊടുക്കണം. കർത്താവ് അനേകരെ നിന്റെ രാജ്യത്തിന് നേടിക്കൊടുക്കുവാനായിട്ട് അച്ഛനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ ആയുസ്സും ആരോഗ്യവും ബലവും അവിടുന്ന് ദാനമായി തന്ന എല്ലാത്തിനും നന്ദി പറയുന്നു കർത്താവെ. അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുന്ന് നീ അനുഗ്രഹിക്കണം. പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ അവിടുന്ന് നീ ശക്തീകരിക്കണം കർത്താവെ. പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ പണി കാര്യങ്ങൾ, വിക്ടറി സെന്ററിന്റെ പണി ഒക്കെയും ദൈവമേ അവിടുന്ന് ഏറ്റെടുത്ത് നടത്തുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. സഹായിക്കാൻ കഴിയുന്നവർ അവിടുന്ന് നീ എഴുന്നേൽപ്പിക്കണം കർത്താവെ. അനേകരെ സഹായത്തിനായിട്ട് അവിടുന്ന് നീ എഴുന്നേൽപ്പിക്കണം കർത്താവെ. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം മാത്രമുള്ള കർത്താവെ, യഥാസമയം അതിന്റെ പണി പൂർത്തീകരിച്ച് നിന്റെ നാമത്തിൽ അത് സമർപ്പിക്കുവാൻ അടിയങ്ങൾക്ക് ശക്തി തരണം കർത്താവെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ ശക്തിയാൽ അടിയങ്ങളെ നിർത്തണം കർത്താവെ. ഈ നാളുകളിൽ ജന്മദിനം ആഘോഷിച്ചിട്ടുള്ളവരെ, വിവാഹ വാർഷികം ആഘോഷിച്ചിട്ടുള്ളൊക്കെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. മടുത്തു പോകാതെ നിന്റെ സന്നിധിയിൽ അടിയങ്ങൾ ചേർന്ന് അടുത്ത ഒരാഴ്ചക്കാലം നിന്റെ ഈ ഒരു നാമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലായിരിക്കാൻ അടിയങ്ങൾക്ക് ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ വിഷയങ്ങളും നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന അമ്മ മാതാവെ, അവിടുത്തെ മധ്യസ്ഥയാൽ പിതാവെ അങ്ങയുടെ മധ്യസ്ഥയാൽ അടിയങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവിടുന്ന് ശക്തിയായി കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മധ്യസ്ഥ ആണല്ലോ കർത്താവ് അടിയങ്ങൾ ആശ്രയിക്കുന്നത്. അവിടുത്തെ സന്നിധിയിലേക്കാണല്ലോ കർത്താവ് അടിയങ്ങൾ ചേർന്ന് വരുന്നത്. അവിടുത്തെ കരുണയായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗികളായിരിക്കുന്നവർ കരുണ കാണിക്കണം കർത്താവെ. വാർദ്ധക്യത്തിലായിരിക്കുന്നവർ കരുണയായിരിക്കണം കർത്താവെ. മൺമറഞ്ഞു പോയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിത്യതയിൽ അവിടുന്ന് സമാധാനത്താൽ വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി നിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുകയാണ്. ഏറ്റെടുക്കണം, നടത്തണം കർത്താവെ. അവിടുത്തെ ശക്തി അടിയങ്ങളൊക്കെ നടത്തുന്ന കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവെ, ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. St. John chapter 15. I am the true vine, and my Father is the gardener. He cuts off every branch in me that bears no fruit, while every branch that does bear fruit he prunes, so that it will be even more fruitful. You are already clean because of the word I have spoken to you. Remain in me, and I will remain in you. No branch can bear fruit by itself. It must remain in the vine. Neither can you bear fruit unless you remain in me. I am the vine. You are the branches. If a man remains in me and I in him, he will bear much fruit. Apart from me, you can do nothing. If anything does not remain in me, he is like a branch that is thrown away and withers. Such branches are picked up, thrown into the fire and burned. If you remain in me and my words remain in you, ask whatever you wish, and it will be given to you. This is to my Father's glory, that you bear much fruit, showing yourselves to be my disciples. As the Father has loved me, so have I loved you. Now remain in my love. If you obey my commands, you will remain in my love, just as I have obeyed my Father's commands and remain in his love. I have told you this so that my joy may be in you, and that your joy may be complete. My command is this: love each other as I have loved you. Greater love has no one than this, that he lay down his life for his friends. You are my friends if you do what I command. യേശു ക്രിസ്തുവെ, ഈ പെന്തിക്കോസ്തിയുടെ വലിയ നാളിന്റെ സന്ധിയിൽ ദൈവമേ, മർക്കോസിന്റെ വിരിച്ചൊരുക്കിയ മാളിക മുകളില് 120 നിന്റെ സാക്ഷികൾക്ക് സ്വർഗം തുറന്ന് നിന്റെ പരിശുദ്ധാത്മാവിൽ ഇറങ്ങി വന്ന് അവരെ നിറച്ച് ശക്തരാക്കിയ പ്രകാരം, നിന്റെ വിശ്വാസത്തിൽ ഉറപ്പിച്ച പ്രകാരം, നിന്റെ സ്നേഹവും നിന്റെ പ്രത്യാശയും ലോകം പരുത്തുവാൻ അവരെ നിറച്ച പ്രകാരം, ഇന്ന് ഈ കൂടി വന്നിരിക്കുന്ന നിന്റെ മക്കളില് പരിശുദ്ധാത്മാവിന്റെ ദാനം കൊണ്ട്, സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു, നീ ഞങ്ങളോട് സംസാരിച്ചാലും കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ കേൾക്കട്ടെ, ഫലം പുറപ്പെടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവവചനം ഇപ്രകാരമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 12-ാം വാക്യം ഇങ്ങനെയാണ് വായിച്ചത്:
എന്റെ കൽപ്പന ഇതാകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ദിസ് ഈസ് മൈ കമാൻഡ്മെന്റ്, ദാറ്റ് യു ലവ് വൺ അനദർ ജസ്റ്റ് as I have loved you. ഇങ്ങനെ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്നവരും പറയുന്നവരും ഇനി കേൾക്കാനിരിക്കുന്നവരെല്ലാവരും ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും പകയുടെയും കൊലയുടെയും ദേഷ്യത്തിന്റെയും പൈശാചികമായ എല്ലാ പ്രകടനങ്ങളുടെയും പൂർണ്ണമായ നശീകരണവും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനാൽ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും നിറവുമായി തീരട്ടെ. അങ്ങനെ നിറവ് ലഭിച്ചവരായി, പ്രകാശം ലഭിച്ചവരായി, കംപ്ലീറ്റ് ട്രാൻസ്ഫോംഡ് പുതിയ മനുഷ്യനായി ഞങ്ങൾ ഓരോരുത്തരും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനെ നൽകത്തക്കവണ്ണം ലോകത്തെ യേശു ദൈവം ഇത്ര സ്നേഹിച്ചു, അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതിരിക്കത്തക്കവണ്ണമെന്ന്. സ്നേഹം യേശുവാണ് കാണിച്ചു തന്നത്. എല്ലാ കൽപ്പനകളും 2 കൽപ്പനകളില് യേശു തമ്പുരാൻ ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കണമെന്നും അതുപോലെ തന്നെ തന്റെ അയൽക്കാരനെയും തമ്മിൽ സ്നേഹിക്കണമെന്നും. ഈ 2 കൽപ്പനകളില് സർവപ്രവാചകന്മാരും ദീർഘദർശിമാരും സർവ കൽപ്പനകളും ഉൾക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർപ്പിക്കുകയാണ്. യേശുവാണ് ദൈവത്തിന്റെ മനുഷ്യരായി അവതരിച്ച ഏക രൂപം. ആ രൂപം സ്നേഹം കാണിച്ചു തന്നു. തന്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനൊക്കെ വലിയ സ്നേഹമില്ല എന്ന് പറയുകയും അപ്രകാരം തന്റെ ജനതയ്ക്കായി, തന്റെ സൃഷ്ടിക്കായി ഒരിക്കലായി ഗോകുൽത്തായുടെ മലമുകളില് ക്രൂശിന്മേൽ ക്രൂശിക്കപ്പെട്ട് നമുക്ക് വേണ്ടി മരിച്ച സ്നേഹം ഇതത്രേ ഞാനും നിങ്ങളും പ്രകടിപ്പിക്കേണ്ടവര്, സ്വീകരിക്കേണ്ടവര്, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടവര് എന്ന് ഓർപ്പിക്കുകയാണ്. യേശുവിന്റെ അരുമശിഷ്യനായ സെന്റ് പീറ്റർ ക്രൂശിക്കുവാൻ നേരത്ത് പറഞ്ഞത്, എന്റെ നാഥൻ ഇപ്രകാരം ക്രൂശിക്കപ്പെട്ടു എങ്കില് എന്നെ അങ്ങനെ ക്രൂശിക്കരുത്. എന്റെ തല കീഴെ ഇട്ടിട്ട് കാല് മുകളിൽ വെച്ചിട്ട് ക്രൂശിക്കപ്പെടണമെന്ന് പറഞ്ഞ് അങ്ങനെ ക്രൂശിക്കപ്പെട്ടതായ അനുവാദം കൊടുത്തതായ സെന്റ് പീറ്ററിനെ മറക്കരുതെന്ന് ഓർപ്പിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടില് പ്ലിനി ഇത് എങ്ങനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 110 ട്രോജൻ രാജാവിന്റെ വാളിനാൽ അറക്കപ്പെടുന്ന ക്രിസ്തീയ മക്കൾക്ക് വേണ്ടി എന്തെല്ലാമാണ് തന്റെ ക്രിസ്തീയ മക്കൾ സഹിച്ചതെന്ന് പ്ലിനി ഇത് എങ്ങനെ എഴുതുകയാണ്. അതിരാവിലെ അവർ എഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ദൈവം എന്ന രീതിയില് പാടി ആരാധിക്കും. ഒറ്റ മനസ്സോടെ അവർ പ്രതിജ്ഞയെടുക്കും, ഞങ്ങൾ പാപം ചെയ്യുകയില്ല എന്ന്. 3, അവർക്കുള്ള ആഹാരങ്ങള് ഇന്നസെന്റ് ഫുഡ് എന്നാണ് 110 പ്ലിനീത ഏങ്ങർ എഴുതിയത്. ഇവരെല്ലാം ഷെയർ ചെയ്ത് കഴിക്കും, വീടുകളിലേക്ക് പോകും, സന്തോഷത്തോടെ വീടുകളിലേക്ക് പോകുമെന്നാണ് എഴുതിയത്. ഇതത്രേ ക്രിസ്തീയ സ്നേഹത്തിന്റെ ആദ്യ നൂറ്റാണ്ടിലെ ദൈവ അനുഭവം എന്ന് ഓർപ്പിക്കുകയാണ്. ഈവൻ അച്ഛൻ ഓർപ്പിക്കുകയാണ്, ഇപ്പോഴത്തെ പാത്രീസ് ബാവായുടെ ഭാരതത്തിലെ സെക്രട്ടറി തിരുമേനിയെ അച്ഛന് വ്യക്തമായിട്ടറിയാം. അച്ഛന്റെ കൂടെ നമ്മുടെ മദ്രാസിലുള്ളവർക്കറിയാം. ജെയിംസ് ചെമ്മാച്ചൻ അവിടെ വന്ന് താമസിച്ച് അനാഥശാലയില് ഇന്റേൺഷിപ്പ് ചെയ്തതാണ്. അച്ഛന് വലിയ ജോലി കിട്ടി. ആസ് ആൻ എഞ്ചിനീയർ ഹി വാസ് ഇൻ ദുബായ്, ഗോട്ട് എ ഹൈ ലംസം സാലറി. യേശുവിനെ കണ്ടെത്തിയപ്പോൾ അതെല്ലാം രാജിവെച്ചിട്ട് കീഴെ വന്ന് സെമിനാരിയിൽ ചേർന്ന് മദ്രാസിൽ വന്ന് പ്ലേസ്മെന്റ് ചെയ്ത് അവസാനം കല്യാണം കഴിക്കാതെ അച്ഛനായി ഇപ്പോൾ പാത്രീസ് ബാവയുടെ സെക്രട്ടറിയാണ്. ഈ സ്നേഹം ദൈവത്തെ പ്രതി സഹിക്കുവാൻ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്രകാരം എന്റെ എല്ലാ ജീവിതത്തിലെല്ലാം സ്വത്തിനോടും ഭവനത്തോടുമുള്ള ബന്ധത്തിലെല്ലാം ഡിറ്റാച്ച്മെന്റ് നടത്തുവാൻ കാരണം യേശുവിന്റെ സ്നേഹം മാത്രമാണെന്ന് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഓർക്കുകയാണ്, യേശു മാത്രമാണ് ദൈവം. അവന് വേണ്ടി കഴുത്തറക്കപ്പെടുന്നത് നല്ലതെന്ന് വിശ്വസിക്കുന്ന അനുഭവത്തിലാണ് നിങ്ങളുടേതായ അച്ഛൻ എന്ന് ഓർപ്പിക്കുകയാണ്.
കാരണം അവൻ മാത്രമാണ് സ്നേഹം കാണിച്ചു തന്നത്. ആ സ്നേഹമാണ് വലുത്. അച്ഛനിങ്ങനെ കൺക്ലൂഷൻ നടത്തുകയാണ്. രേഖ തന്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് എഴുതിയ സ്നേഹത്തിന്റെ കത്ത് വായിച്ചപ്പോൾ ഐ റിയലി ക്രൈഡ്. ഐ റീഡ് ദ ലെറ്റർ. ഡിയർ അമ്മ, ഹാപ്പി ബർത്ത്ഡേ. യു ആർ മൈ റൈഡ് ആൻഡ് ഡൈ. Have always been there for me. I don't know how to tell you how much you mean to me. With our fight over these years, we have grown closer and stronger. I don't even know what Achi and I would do without you. You are the compromise maker between Dad and I. The punching bag that ever a daughter can relate to. Always was with me and for me everything. I love you always. Thanks for being there for me even when I didn't know it. That is the letter. ഇതത്ര സ്നേഹത്തിന്റെ ജീവിതാനുഭവം എന്ന് ഓർപ്പിക്കുക. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്നത്തെ എന്റെ വചനം കേൾക്കുന്ന മക്കളെല്ലാം വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും ക്രോധത്തിന്റെയും മരണത്തിന്റെയും പ്രവാചകന്മാരായ പിശാചിന്റെ മക്കളല്ല, യേശു എന്ന ഏകനായ ദൈവത്തിന്റെ മക്കളാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് യേശുവിനെ ദൈവമായിട്ട് ആരാധിച്ച് അവന്റെ സ്നേഹത്തെ പ്രകടിപ്പിച്ച് ഇങ്ങനെയാണ് രണ്ടാം ശുശ്രൂഷയില് ഈശാനാം മഹിനിയും എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തിന്റെ പൂർണിമയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും നിറവും പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച ദിവസമാണ്. അങ്ങനെ ലഭിച്ചവരായി മാറ്റപ്പെട്ടവരായി ആദ്യ നൂറ്റാണ്ടിലെ ശിക്ഷകണങ്ങളോടൊരുമിച്ച് ഇത് പൊതുവകയെന്ന് എണ്ണുകയും ദൈവമേൽപ്പിച്ചിരിക്കുന്ന സ്റ്റീവാർഡ്ഷിപ്പിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് കുടുംബവും മക്കളും തലമുറകളും ദേവാലയങ്ങളും വളരട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവതിരുസന്നിധിയില് വേർപെട്ട മക്കൾക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ദൈവാത്മാവിൽ നിറഞ്ഞ സഹവാസവും സമ്മതവുമില്ല. യേശു എന്ന നാഥ, ഈ നിന്റെ മക്കളാകുന്ന ഞങ്ങള് സഹോദരങ്ങൾ കർത്താവെ, പ്രാർത്ഥനാ വിഷയത്തില് നിന്റെ നാമത്തിൽ നടത്തപ്പെടുന്നതായ വിശുദ്ധ മറിയം വീട്, അതിനെ സഹായിക്കുന്നവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരെ സഹായിച്ചിരിക്കുന്നവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.